മാം സാധാരണയായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നതാണ് ക്യാൻസറുകൾ, അതിൽ എസ്പെഷ്യലി നമ്മൾ എടുത്ത് പറയാനാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസേഴ്സ്. അപ്പോൾ അത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു സിംറ്റം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? എന്ത് തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് സിസ്റ്റം ആണോ ഉള്ളത്, എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ഉള്ളത്, നമ്മുടെ ഹോസ്പിറ്റലിൽ അത് എന്താണ് ചെയ്യുന്നത്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ നമ്മളിപ്പോൾ കാണപ്പെടുന്ന ക്യാൻസേഴ്സിൽ വെച്ച് ഏറ്റവും കൂടുതൽ അധികമായി കാണുന്നതാണ് ബ്രസ്റ്റ് ക്യാൻസർ. എന്നാലും സ്ത്രീകളിൽ മാത്രമല്ല, റെയർലി നമുക്ക് മെയിൽസിലും കാണാം. മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞ എൻറ്റിറ്റി ഉണ്ട്. സ്ത്രീകളിൽ ഇത് കണ്ടുപിടിച്ചാൽ എത്രത്തോളം നേരത്തെ കണ്ടുപിടിക്കണം അതനുസരിച്ച് നമുക്ക് ചികിത്സാ രീതികൾ എടുക്കാവുന്നതും പൂർണ്ണമായും മാറ്റാവുന്നതുമാണ്. പക്ഷേ നമ്മുടെ എയർ ഹോസ്പിറ്റലിൽ തന്നെ കുറേ പേഷ്യൻസ്, അതായത് കൂടുതലും പ്രായമുള്ളവരും പിന്നെ ഒരു 25 എബോവ് വരെ 25 എബോവ് 20 to 30 കാണാറുണ്ട്. അപ്പം ഇത് പ്രായം ചെറിയ ആൾക്കാർക്ക് വരില്ല എന്നുള്ളൊരു ഇതും മാറ്റണം. ആ ഒരു കൺസെപ്റ്റ് മാറ്റണം. ഇത് 50 എബോവ് കാണാറുണ്ട്. മെനോപോസ് ആയ പേഷ്യൻസ് കുറേ പേർക്ക് കാണാറുണ്ട്. അതുമല്ല 25 എബോവ് 25 to 30, 40 വരെ കാണാം. അപ്പം അത് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് കൂടുതൽ ശ്രദ്ധിക്കണം. സ്ക്രീനിങ് ചെയ്യണം. അതിനനുസരിച്ചുള്ള ജനറൽ സർജനെ തന്നെ കാണിക്കണം. അപ്പം റെഗുലറായിട്ട് ഫോളോ അപ്പ് ഒക്കെ ചെയ്യണം. അപ്പം ഇവിടെ വരാറുള്ള പേഷ്യൻസ് മിക്കതും ചികിത്സ കുറച്ച് വൈകാറുണ്ട് ചിലവർ. അപ്പം ചില ലംപായിട്ട് വന്നത്, ബ്രസ്റ്റ് സ്വെല്ലിംഗ് ആയി വന്ന് കുറേ നാൾ പിന്നെ ആവട്ടെ വെച്ചിട്ട് വരുന്ന കുറേ കേസുകളും ഉണ്ട്. പിന്നെ അല്ലാണ്ട് പെട്ടെന്ന് ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യുന്നുമുണ്ട്. പക്ഷെ പലതും നമ്മൾ ഇവിടെയല്ല വെളിയിലായാലും പലതും നമുക്ക് മിസ്സായി പോകുന്നതും, ഇങ്ങനത്തെ ഉള്ള അസുഖം ഏർലി ഡിറ്റക്ട് ചെയ്യാൻ, അതായത് ചികിത്സ തേടാൻ വൈകുന്നതും അത് കാരണം പല വിധത്തില് വിഷമത്തിൽ പോകേണ്ടതായിട്ടുള്ള അവസ്ഥകളും മരണം വരെ സംഭവിക്കും. കാരണം ഇങ്ങനത്തെ ഒരു അസുഖം ഇത്രയും അധികം ഡെവലപ്ഡ് ആയ ഈ മോഡേൺ സയൻസിൽ പല രീതിയിലുള്ള ചികിത്സാ രീതികളും എല്ലാം ഉള്ളത് ആ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ടും പലരും ഇപ്പോഴും അതിനെപ്പറ്റി കറക്റ്റ് ആയിട്ടുള്ള ഒരു അവയർനെസ് അറിയാതെ അതെന്ത് ചെയ്യണം, അത് കണ്ടിട്ടും അത് തന്നെ നീര് ഇറക്കമായിരിക്കും, അത് പൊക്കോളും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ ഒരു സെറ്റ് ഓഫ് ഉണ്ട്. അപ്പം നമ്മൾ പൊതുവെ എല്ലാവരും മെയിലാകട്ടെ ഫീമെയിൽ ആകട്ടെ, ഇപ്പം ഹസ്ബൻഡ് ആയാലും വൈഫിന് ഇങ്ങനെ വരാം എന്നുള്ള രീതിയിലും അവർക്കും ഒരു അലേർട്ട്, അതായത് പൊതുവെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് അത് എല്ലായിടത്തും എത്തേണ്ടതായിട്ടുള്ള, അതിനെപ്പറ്റി എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്, അതെങ്ങനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം, അതെങ്ങനെ ചികിത്സിച്ച് മാറ്റാം, അതൊക്കെ അതിനനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത്, ആരിലെല്ലാം വരാം നമുക്ക് എല്ലാവരും അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് ഞാൻ പറഞ്ഞ പോലെ അത് എൽഡർലിയും യങ്ങും കാണാം. യങ് ആയിട്ട് വരുന്നവർക്ക് കുറച്ച് കൂടുതലായിട്ട് അഗ്രസീവ്, അതായത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരെക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ട് അഗ്രസീവ് ആയിരിക്കാം എന്നാണ് പൊതുവെ പറയുന്നത്. ഒരു സിംറ്റം എന്ന് പറയാനായിട്ട് സിംറ്റം എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ഒരു ലംബായിട്ട്, അതായത് സ്വെല്ലിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. പിന്നെ അത് പെയിൻലെസ് സ്വെല്ലിംഗ് ആയിരിക്കും മെയിൻ ആയിട്ട്. അപ്പം വേദനയില്ല, ഒരു മുഴ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വെക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഉള്ള മുഴ, അതായത് വേദന ഇല്ലാത്ത മുഴയാണ് കൂടുതലും നമ്മൾ അലേർട്ട് ആയിരിക്കേണ്ടത്. ഇതിനാണ് മെയിൻ ആയിട്ട് ഇങ്ങനത്തെ ഒരു വരാം. അത് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്നത് ഇങ്ങനെ പെയിൻലെസ് ആയിട്ടുള്ള സ്വെല്ലിംഗ്, ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള സ്വെല്ലിംഗ്, അതൊക്കെ മോസ്റ്റ്ലി പ്രോബബ്ലി ഇതായിരിക്കും. പിന്നെ ഉള്ളത് നിപ്പിൾ, അതായത് മുലക്കണ്ണിൽ നിന്ന് ഡിസ്ചാർജ്, അത് രക്തം പോലെയുള്ള ഡിസ്ചാർജ് വരാം. മുലക്കണ്ണ് ഉള്ളിലോട്ട് തള്ളി ഇങ്ങനെ നിൽക്കാം. അതെല്ലാം ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. പിന്നെ കഴലകൾ, അതായത് കക്ഷത്തിൽ ചിലപ്പോൾ വീർമത കഴല പോലെ കാണാം. ഇങ്ങനെ പല വിധത്തിലും ഉള്ള ലക്ഷണങ്ങളാണ് ബ്രസ്റ്റ് ക്യാൻസറിൽ കാണാവുന്നത്. പെയിൻ ഉള്ളത് ആക്ച്വലി ചിലപ്പോൾ നമ്മൾ ഈ സ്വെല്ലിംഗ് വന്ന് കുറച്ച് സ്റ്റേജ് മാറിക്കഴിഞ്ഞാൽ അത് സ്കിന്നിലോട്ടൊക്കെ ചിലപ്പോൾ സ്പ്രെഡായി അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ പെയിൻ ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാം. അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കും. ചിലപ്പോൾ അത് ഇൻഫ്ലമേഷൻ വന്ന് അത് ചിലപ്പോൾ പൊട്ടി അൾസറായി അങ്ങനെയൊക്കെ വരുന്ന സ്റ്റേജ് ഭയങ്കര മാറിയിട്ടുള്ള ക്യാൻസറും അതുപോലെ അങ്ങനെ പ്രസന്റ് ചെയ്യാം. പക്ഷേ മെയിനായിട്ട് നമ്മൾ പറയുന്നത് വേദനയില്ലാത്ത ഒരു സ്വെല്ലിംഗ്, അതായത് ബ്രസ്റ്റിൽ വരുന്ന ഒരു മുഴ, എന്തായാലും നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കി ഇവാലുവേറ്റ് ചെയ്ത്, ഒരു വേദനയില്ലാത്തൊരു മുഴ ബ്രസ്റ്റിൽ വരികയാണെങ്കിൽ അതിനെപ്പറ്റി ക്യാൻസർ ബ്രസ്റ്റ് ആദ്യം നമ്മുടെ മനസ്സിലുണ്ടായി അത് നോക്കി അത് ഇല്ല എന്നുള്ള അതിനെ പറ്റിയുള്ള നമുക്ക് കൂടുതൽ ചികിത്സ ഈ ഡിറ്റക്ട് ചെയ്ത് അതില്ല എന്നുള്ളതാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ്, അതാണെങ്കിൽ അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആക്കി നോക്കാം. ഡോക്ടർ, ഇതിന് വേണ്ടിയിട്ട് ഡയഗ്നോസ്റ്റിക് പാർട്ട് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഏത് ഘട്ടമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് എന്ത് ടെസ്റ്റിലൂടെയാണ്? അത് പല രീതിയിലുണ്ട്. ഒന്ന് നമുക്ക് FNAC എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിലുള്ള കോശങ്ങൾ, ആ മുഴയിലുള്ള കോശങ്ങൾ കുത്തിയെടുത്ത് പരിശോധനയ്ക്ക് അയക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക്
കിട്ടാവുന്ന ആ ഒരു ഡയഗ്നോസിസ് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതുപോലെ ഈ FNAC എന്ന് പറയുന്നത് ആ മുഴയിൽ നമ്മൾ ആ എടുക്കുന്ന സ്ഥലത്ത് നിന്ന് കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആ കോശങ്ങൾ അവർക്ക് ആ എക്സാമിൻ ചെയ്യാൻ ആ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ പിന്നെയുള്ളത് നമുക്ക് ആ മുഴയുടെ ഒരു പാർട്ടോ അല്ലെങ്കിൽ മുഴ ഫുള്ളായിട്ട് എക്സിഷൻ ബയോപ്സി എന്ന് പറയും. അത് നമ്മുടെ സർജിക്കലായിട്ട് പ്രൊസീജിയറാണ്. അപ്പോൾ അത് ആ മുഴ എടുത്ത് പരിശോധനയ്ക്ക് അയച്ച് അത് കുറച്ചുകൂടെ കൺഫർമേഷൻ ആയിട്ട് നമുക്ക് കിട്ടും. FNACക്കാളും കുറച്ചുകൂടെ കൺഫർമേഷൻ ആയിട്ട് നമുക്ക് എക്സിഷൻ ബയോപ്സി, അതായത് ഫുള്ള് മുഴ എടുക്കാൻ പറ്റും. ആ മുഴ എടുത്ത് നമുക്ക് ടെസ്റ്റിന് അയക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോർഷൻ ഓഫ് മുഴ എടുത്ത് ടെസ്റ്റിന് അയക്കുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഡയഗ്നോസിസ് നമുക്ക് കിട്ടും. അതനുസരിച്ചിട്ടാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡയഗ്നോസിസ് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റിൽ എന്താണ് ഇനീഷ്യൽ സ്റ്റേജ് വരുന്നത്? സ്റ്റേജിൽ നമുക്ക് ഇപ്പം ആ സ്വെല്ലിങ്ങിൻ്റെ സൈസ് അനുസരിച്ച്, ലംപിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും. അത് ഏത് ഭാഗത്താണ്, ബ്രസ്റ്റിൻ്റെ ഏത് സൈഡിലാണ്, വെളിയിലോട്ടാണോ ഉള്ളിലോട്ടാണോ എവിടേക്കാണ് അതിരിക്കുന്നത്, ആ സൈറ്റ് അനുസരിച്ചെല്ലാം നമ്മുടെ ട്രീറ്റ്മെൻറ്റ്, സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇപ്പം നമുക്ക് ആ സൈസ് കുറച്ച് ചെറിയ ഒരു ലംബാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു, പണ്ട് നമുക്ക് മാസ്റ്റെക്ടമി, അതായത് ഫുള്ളായിട്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്യലായിരുന്നു റാഡിക്കൽ മാസ്റ്റെക്ടമി. ഫുള്ളായിട്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് വിത്ത് ദറ്റ് ട്യൂമർ, ആ ട്യൂമർ ഉള്ളതും അതിൻ്റെ ചുറ്റുമുള്ള ബ്രസ്റ്റിൻ്റെ ഭാഗങ്ങളും ബ്രസ്റ്റ് മുഴുവനായി എടുത്തു കളയുന്നതാണ് മാസ്റ്റെക്ടമി. പക്ഷേ ഇപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രസ്റ്റ് കൺസർവേറ്റീവ് സർജറി ഉണ്ട്, അതായത് BCS. ട്യൂമർ സൈസ് ചെറുതാണെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് കൺസർവ് ചെയ്തിട്ട്, അതായത് ബ്രസ്റ്റ് നിപ്പിൾ കൺസർവ് ചെയ്തിട്ട് ആ ട്യൂമർ ഇരിക്കുന്ന ഭാഗത്തെ വിത്ത് ട്യൂമർ അതിൻ്റെ ചുറ്റുമുള്ള ബ്രസ്റ്റിൻ്റെ ടിഷ്യൂസും ആ ഭാഗങ്ങളും പിന്നെ കക്ഷത്തിലെ കഴലുകളും. അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ വരുമ്പോഴത്തേക്കും ആക്ച്വലി ആ ട്യൂമറിൽ നിന്ന് അടുത്തുള്ള കക്ഷത്തിലോട്ടാണ് കഴലുകൾ വരിക. അപ്പോൾ അതിലോട്ട് സ്പ്രെഡ് വരും. അപ്പോൾ നമ്മൾ ഈ ബ്രസ്റ്റ് കൺസർവേറ്റീവ് സർജറിയിൽ ട്യൂമറും അതിൻ്റെ ബ്രസ്റ്റിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളും പിന്നെ ആ കക്ഷത്തിലുള്ള കഴലുകളും ചേർത്ത് നമ്മൾ ടെസ്റ്റിന് അയക്കും. എന്നിട്ട് ആ റിപ്പോർട്ട് വന്നത് അനുസരിച്ചാണ് നമ്മുടെ അടുത്ത കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, അങ്ങനെ ഹോർമോൺ തെറാപ്പി എല്ലാം. അത് നമ്മുടെ ഓൺകോളജിസ്റ്റിൻ്റെ ആ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ബാക്കി. ഡോക്ടർ, നമുക്ക് ഈ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ, ഇൻ കേസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ള ഇതിലൊരു ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് യങ് ഏജിൽ തന്നെ ഇത് വളരെ സ്ക്രീനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പം 20 years തൊട്ട് തന്നെ സ്ക്രീൻ ചെയ്യണം. അത് സെൽഫ് എക്സാമിനേഷൻ, അതിനെപ്പറ്റി എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അതായത് മിററിൽ തന്നെ നിന്നിട്ട് രണ്ട് ഭാഗത്തിലെയും, ഇപ്പം ബ്രസ്റ്റ് സൈസ് ചിലപ്പം വ്യത്യാസം വരാം, അല്ലെങ്കിൽ നിപ്പിളിൻ്റെ ചില ചേഞ്ചസ് വരാം, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുള്ള് ബ്രസ്റ്റ് ഇങ്ങനെ എക്സാമിൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ആയിട്ടുള്ള ഒരു തടിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ജനറൽ സർജനെ കാണിക്കണം. പിന്നെ അത് അല്ലെങ്കിൽ ഇയർലി അല്ലെങ്കിൽ ഒരു 2-3 years വെച്ച് ഒരു എബോവ് 20 years USG അൾട്രാസൗണ്ട് ഉണ്ട്, അൾട്രാസൗണ്ട് അല്ലെങ്കിൽ മാമോഗ്രാം, ഇതെല്ലാം ചെയ്ത് സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ലംപ് ഫീൽ ചെയ്യുന്നെങ്കിൽ ഉടനെ തന്നെ ജനറൽ സർജനെ കാണിക്കുകയും അതനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റുകൾ FNAC അല്ലെങ്കിൽ എക്സിഷൻ ബയോപ്സി ചെയ്ത് അതിനെ എന്താണ് ആ മുഴ എന്നൊന്ന് ഡിറ്റക്ട് ചെയ്ത് അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. മാഡം, AR സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സകളുണ്ടോ? ഇങ്ങനത്തെ കേസുകൾ വന്നിട്ടുണ്ടോ? പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞ 2 വർഷമായി ഞങ്ങളിവിടെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ അപ്പം തൊട്ട് ഒരു ഏകദേശം ഒരു 15 to 20 കേസസ് നമ്മൾ കണ്ടു കാണും ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ അവർ കണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള സർജിക്കൽ ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുത്ത് അങ്ങനെ ഒത്തിരി പേഷ്യൻ്റ് ഈ ഏരിയ അറൗണ്ട് തന്നെ ഉണ്ട്. കൊടുങ്ങല്ലൂർ ചുറ്റുമുള്ള ആ ഏരിയാസിലുള്ള കുറേ കേസസ് വരാറുണ്ട്. ഇപ്പോഴും കഴിഞ്ഞ ദിവസം വന്നത് നമ്മൾ സർജറി ചെയ്യാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വീക്കിൽ. അപ്പം അങ്ങനെ കേസ് കുറേ വരുന്നുണ്ട്. ഇത് സാധാരണ ഒരു ക്യാൻസർ ആണല്ലോ, എല്ലാവരും ക്യാൻസർ ക്യൂറബിൾ അല്ല എന്നാണ് പറയുന്നത്. ഡോക്ടറുടെ അഭിപ്രായത്തിൽ ആക്ച്വലി എന്താണ്, ഇതൊരു ക്യൂറബിൾ ഡിസീസ് ആണോ? ഈ സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുമോ? നേരത്തെ പറഞ്ഞ പോലെ അത് എത്രത്തോളം നേരത്തെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്, അതായത് ഏർലി ഡിറ്റക്ഷൻ ആണ് അതിൽ മെയിൻ പോയിന്റ്. അപ്പം ഇങ്ങനത്തെ ഉള്ള അസുഖം നമുക്ക് ഒരിക്കലും വന്നാൽ ഇനി മാറൂല എന്നുള്ള ചിന്താഗതി മാറ്റി എത്രത്തോളം നേരത്തെ കണ്ടുപിടിക്കണോ അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ചികിത്സിച്ച് പൂർണ്ണമായി ഭേദമാക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലാണ് നമ്മുടെ ഈ AR ഹോസ്പിറ്റൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു അസുഖം വരുമ്പോൾ ഉടനെ തന്നെ വന്ന് കാണുകയും അതിൻ്റെതായ ചികിത്സ എടുക്കേണ്ടതുമാണ്. വൾനറബിൾ കേസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിവുണ്ട്. എന്താണ് ഡോക്ടർ അതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? വൾണറബിൾ കേസ് എന്ന് പറയുന്നത് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ
പിന്നെ നള്ളിപ്പേര, അതായത് കുഞ്ഞുങ്ങളുണ്ടാവാത്തത്, പിന്നെ മാരീഡ് അല്ലാത്തവർ, അവർക്കെല്ലാം ആണ് ഇതിനെക്കുറിച്ച് ഹൈ റിസ്ക് ഓഫ് ഗെറ്റിംഗ് ബ്രസ്റ്റ് ക്യാൻസർ. പിന്നെ മുലകുടി കൊടുക്കാത്തവർ, കോൺട്രസെപ്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്, ഹോർമോൺ തെറാപ്പി യൂസ് ചെയ്യുന്നവർ, ഇവരിലെല്ലാം ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ ഫാമിലി തന്നെ ബ്രസ്റ്റ് ക്യാൻസർ എന്നല്ല, വേറെ ക്യാൻസേഴ്സ് ഉള്ളവർക്കും, അതായത് മദർ തന്നെയല്ല, അല്ലാണ്ട് ഫാദർ ആ സൈഡ്, അങ്ങനെ പല രീതിയിലുള്ള ചില ജനറ്റിക് മ്യൂട്ടേഷൻസ് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഉള്ള ബ്രസ്റ്റ് ക്യാൻസർ അല്ലാത്ത വേറെ ക്യാൻസർ ആയാലും നമുക്ക് ഇതൊരു ഹൈ റിസ്ക് ആയിട്ട് കാണണം ആ ഫാമിലിയിലുള്ള ആൾക്കാർ.